ശിവകുമാർജി നമസ്കാരം. നമസ്കാരം. നമുക്കറിയേണ്ട ഒരു ചെറിയ കാര്യം, ഇപ്പോൾ എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ ആയിരിക്കില്ല നിയമസഭയിലേക്കുള്ള അടുത്ത ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അത് അപ്പോൾ പറയാമെന്ന്. പിണറായിയുടെ ശക്തി ക്ഷയിക്കുകയാണ്. പിണറായിയുടെ ശക്തി ക്ഷയിക്കുമോ എന്നുള്ളതിന് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള എനിക്ക് തോന്നുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM തിരിച്ചടി ഉണ്ടായാൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ദിശാസൂചികയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ പിണറായിയുടെ ശക്തി ക്ഷയിച്ചോ എന്ന് നമുക്ക് അളക്കാൻ കഴിയും. കാരണം പിണറായിക്ക് ഇപ്പോഴും 80 വയസ്സായിട്ടുള്ളൂ എന്ന് കാര്യം നമ്മൾ ഓർക്കുക. 82 വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നത്. അപ്പോൾ പ്രായം എന്നുള്ളൊരു ഘടകം അല്ല ഇപ്പോൾ. പക്ഷേ പിണറായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പിണറായി വിജയൻ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം നെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത് രാഷ്ട്രീയപരമായൊരു തിരിച്ചടി, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ആദ്യം പ്രതിഫലിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോൾ ആ നിമിഷം മുതൽ പിണറായി ദുർബലനാകാൻ തുടങ്ങും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM ഇടതു മുന്നണിക്കും പറയത്തക്ക നേട്ടം ഉണ്ടാകുമോ എന്നുള്ള സംശയം ഇപ്പോൾ തന്നെ അവരുടെ പാർട്ടിക്കുള്ളുണ്ട്. പല പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നത് മൂന്നാം പിണറായി ഭരണം വേണ്ട എന്നുള്ളതാണ്. പിണറായിക്ക് ചുറ്റും നിൽക്കുന്ന കുറേ ശിങ്കടികളും അല്ലാതെ മറ്റാരും ഈ CPM നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും മൂന്നാം പിണറായി ഭരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നത് M.V. ഗോവിന്ദനും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MABയും അടക്കമുള്ള ആളുകൾ മൂന്നാം പിണറായി ഭരണം ആഗ്രഹിക്കുന്നില്ല. കാരണം മൂന്നാം പിണറായി ഭരണം കൊണ്ട് പ്രയോജനം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമേ ഉള്ളൂ എന്നാണ് CPM പൊതുവെയുള്ള സംസാരം. നമുക്ക് അറിയാവുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി ദുർബലനാണെന്നുള്ളൊരു ധ്വനി പുറത്ത് വരുത്താനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ M.V. ഗോവിന്ദൻ്റെയൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി ദുർബലനാണെന്നുള്ള ധ്വനി പുറത്തു വരുത്തുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായി ദുർബലനായി കഴിഞ്ഞാൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകുമ്പോൾ തിക്കും തിരക്കുണ്ടാകുമ്പോൾ ഒരാൾ വീണാൽ പിന്നെ അയാളുടെ മുകളിൽ അടുത്ത ആൾ ചവിട്ടുള്ളൂ. അതുപോലെയാണ് CPM അവസ്ഥ എന്ന് പറഞ്ഞത്. ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിണറായി വീഴാതിരിക്കാൻ പിണറായിയും വീഴ്ത്താൻ മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായിക്ക് പിടി പാർട്ടിയിൽ വിടുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിയേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൂടെ CPM അടുത്ത തവണ ഭരണത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ പിണറായി ദുർബലനായി എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പിണറായി വിരുദ്ധത പാർട്ടിയിൽ വളരെ സജീവമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബേബി അടങ്ങുന്ന സംഘവും ഭയപ്പെടുന്നത് സംഘടന തകരും എന്ന് തന്നെ കരുതിയാണ്. അതെ, കാരണം സംഘടന ഇല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പോലെ ഒരു ആശയത്തിൻ്റെ പിൻപറ്റിയിട്ട് ആ പാർട്ടി നിലനിൽക്കില്ല. അതിന് കൃത്യമായ സംഘടനാ സംവിധാനം വേണം. ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ടൊരു ആശയം ആയതുകൊണ്ട് ആ ആശയം നിലനിൽക്കുമ്പോൾ പാർട്ടി തന്നെ ഉണ്ടായിക്കോളും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50 താഴെ പോകുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 18 സീറ്റ് 19 സീറ്റ് കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ 120 നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ആശയം പെട്ടെന്ന് ആശയത്തെ ചുറ്റിപ്പറ്റി ആളുകൾ പെട്ടെന്ന് ഒരുമിച്ച് വിടുകയും ആ ആളുകൾ തന്നെ വിഘടിച്ച് വിടുകയും ചെയ്യും, വീണ്ടും ഒരുമിച്ച് വിടുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. CPM അങ്ങനെയല്ല. CPM എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. അവിടെ സംഘടനാ ശരീരം അത്യാവശ്യമാണ്, പാർട്ടി ശരീരം അത്യാവശ്യമാണ്. കയ്യ്, കണ്ണ്, കാല്, മൂക്ക് അടങ്ങി പാദത്തിൻ്റെ വിരൽ വരെ ആ ശരീരത്തിന് ആവശ്യമാണെന്ന് പറയുന്ന പോലെ ഈ പാർട്ടിക്ക് അത്യാവശ്യമാണ്. പാർട്ടി ശരീരം ദുർബലമായി കഴിഞ്ഞാൽ പാർട്ടി ഘടന പതിയെ ദുർബലമാവുകയും അത് പാർട്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തലങ്ങളിൽ ബാധിക്കുകയും ചെയ്യും എന്നുള്ള ഭീതി. കാരണം ഈ ഭരണത്തിൽ വരുന്നതോറും ഈ പാർട്ടി ദുർബലമായിക്കൊണ്ടിരിക്കും. കാരണം ഭരണത്തിൽ വരുന്ന ഏത് വ്യക്തിക്കും, അത് പിണറായി വിജയൻ മുതലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിക്കോട്ടെ, ഭരണത്തിൽ വരുമ്പോൾ അയാൾ ആദ്യം ചിന്തിക്കുക അയാളുടെ കാര്യം സെക്യൂർ ആക്കാനാണ്, അല്ലെങ്കിൽ അയാളായിട്ട് ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം. അത് ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും അങ്ങനെ തന്നെയാണ്, അവരായിട്ട് ബന്ധപ്പെട്ടവരുടെ കാര്യം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടി എന്നുള്ള സംഭവം, പാർട്ടി ശരീരം ദുർബലമാകുമെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ബംഗാളിൽ സംഭവിച്ചതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം അവരുടെ മുന്നിലുണ്ട്. 30 വർഷത്തോളം CPM ഭരണമാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ CPM ഇല്ലാതാക്കിയത്. പക്ഷേ 10 വർഷത്തിന് ശേഷം അവിടെ ഭരണം മാറി വരികയാണെങ്കിൽ ഒരിക്കലും അവിടെ CPM ഇല്ലാതാവില്ലായിരുന്നു. ഇവിടെയും CPM ഇത്രയും കാലം നിലനിന്നുകൊണ്ടാണ് വെച്ചാൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറി വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പാർട്ടി ദുർബലമാകുന്നു മാത്രമല്ല പാർട്ടി ഇല്ലാതായിത്തീരും കേരളത്തിൽ. പാർട്ടിയുടെ സ്ഥാനം BJP ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം പാർട്ടിയുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെല്ലാം ഇപ്പോൾ പതിയെ BJPയിലേക്ക് മുഖം തിരിച്ചു കഴിയുമ്പോൾ BJPയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ദുർബലമാകും, അടിത്തറ ദുർബലമാകുമെന്ന് ബേബിക്ക് നന്നായി അറിയാം. ബേബിക്ക് നല്ല M.V. ഗോവിന്ദനൊക്കെ നന്നായി അറിയാം. പാർട്ടിയുടെ ഭരണം കൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും വളരെ ആശങ്കാകുലരാണ് ഈ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുന്ന കാര്യത്തിൽ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് അവർക്കുള്ള ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ശിവകുമാർജി, എൻ്റെ സംശയം, സംഘടനാ തലത്തിൽ പാർട്ടി ഇല്ലാതാകും എന്ന് പിണറായിക്ക് അറിയാവുന്നതാണ്, M.V. ഗോവിന്ദനും അറിയാം. പക്ഷേ ഒരു രണ്ടാം നിര നേതൃത്വത്തെ പിണറായി അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കാത്തതല്ലേ, ചവിട്ടി താഴ്ത്തിയതല്ലേ?
ഒരു രണ്ടാം നിര നേതൃത്വം ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? അല്ല, അത് പിണറായി അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും രണ്ടാം നിര നേതൃത്വത്തെ അവർ സൃഷ്ടിച്ചിട്ടില്ല ഒരിക്കലും. അത് സോവിയറ്റ് യൂണിയനിലായാലും ഒരു രാജ്യത്തായാലും രണ്ടാം നിര നേതൃത്വം സൃഷ്ടിച്ചിട്ടില്ല. ലെനിന് പോലും ലെനിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് സ്റ്റാലിൻ വന്നത്. ലെനിനല്ല സ്റ്റാലിനെ തന്നെ. ലെനിന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായില്ല സ്റ്റാലിൻ തന്നെ പിൻഗാമിയാവണമെന്ന്. ലെനിൻ ഉദ്ദേശിച്ച് വേറൊരാളായിരുന്നു. അപ്പോൾ ആ ലെനിനെ നിശബ്ദരാക്കിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് സ്റ്റാലിൻ കയറുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അതിൻ്റെ സ്വഭാവം അനുസരിച്ച്, സംഘടനാ സ്വഭാവം അനുസരിച്ചിട്ട് ഒരിക്കലും രണ്ടാം നിര നേതൃത്വത്തെ ആരും സൃഷ്ടിച്ചെടുക്കില്ല. ഇപ്പോൾ കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ കെ കരുണാകരൻ ഒരു പുതിയ നേതൃത്വത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ വരെ ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ നേതൃത്വം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന കുഴപ്പം ഉമ്മൻചാണ്ടി ആയാലും പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലെയും കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നാണ് ഇപ്പോഴും ആ ഒരു നേതൃത്വം ഉള്ളത്. അപ്പോൾ കോൺഗ്രസ്സിൽ ആ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംവിധാനത്തിൽ രണ്ടാം നിരക്കാരെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു പരിപാടിയില്ല. നിങ്ങൾ മുകളിലുള്ള അത് EMS പണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുകളിലുള്ളവനെ മാറ്റി അധികാരം പിടിച്ചെടുക്കലാണ് നിങ്ങളുടെ ജോലി. അല്ലാണ്ട് അയാൾ നിങ്ങൾ അധികാരത്തിലെടുത്താൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന സ്വഭാവം. അങ്ങനെ അത് മാവോയ്ക്കും പറ്റിയത്. മാവോയെ മാറ്റിയിട്ടാണല്ലോ മറ്റ് 4 വർഷം അധികാരം പിടിച്ചെടുത്തത്. അങ്ങനെയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് രണ്ടാം നിര നേതൃത്വത്തെ പിണറായി മനഃപൂർവ്വം വളർത്താൻ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും രണ്ടാം നിര നേതൃത്വത്തെ ആരും വളർത്തിയെടുക്കില്ല. നിങ്ങൾക്ക് കയറി ചെന്ന് മൂന്നാം നിരയെ മാറ്റി അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ. അതിന് കഴിവുള്ള നേതൃത്വം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ MAVയുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് അങ്ങനെ നടന്നേക്കാം പിണറായി പരാജയപ്പെടുകയാണെങ്കിൽ എന്ന് മാത്രമേ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുള്ളൂ. EMSന് ശേഷം EMS വലതുവശത്ത് പ്രകാശ് കാരാട്ടും ഇടതുവശത്ത് യെച്ചൂരിയുമായി നടന്നൊരു കാലമുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ EMS ഇവരെ പഠിപ്പിക്കുകയായിരുന്നു. ഇതാണ് പാർട്ടി, ഇങ്ങനെയാണ് സമ്മേളനങ്ങൾ, ഇങ്ങനെയായിരിക്കണം പാർട്ടി എന്ന് EMS പഠിപ്പിക്കുകയായിരുന്നു. EMSന് ശേഷം CPM തീർന്നു? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷമാണ് CPM തീർന്നത്. എന്തുകൊണ്ട്? കാരണം ഹർകിഷൻ സിംഗ് സുർജിത്തിന് ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയ കാലാവസ്ഥയും സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് മികച്ച ബോധ്യമുള്ള ആളായിരുന്നു. ശരിക്കും EMSനേക്കാൾ മികച്ച CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു. ലാവ്ലിനെയൊക്കെ കൊണ്ടുവന്ന് ഹർകിഷൻ അല്ല, അത് പാർട്ടിയുടെ ഇന്റേണൽ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹർകിഷൻ സിംഗ് സുർജിത്താണ് 2004 UPA മന്ത്രിസഭ ഉണ്ടാകാനുള്ള കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസിൻ്റെ പിന്തുണ കൊടുത്ത് മറ്റേ 2004 BJP അധികാരത്തിൽ നിന്ന് വന്നപ്പോൾ കോൺഗ്രസ് സർക്കാരുണ്ടാക്കാൻ പിന്തുണ കൊടുക്കുമെന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ആരോടും ആലോചിച്ചിരുന്നില്ല. പ്രകാശ് കാരാട്ടിനോട് ആലോചിച്ചില്ല, സീതാറാം യെച്ചൂരിയോട് ആലോചിച്ചില്ല, ആരോട് ആലോചിച്ചു. കാരണം അങ്ങനെ ആലോചിച്ചെങ്കിൽ അത് നടക്കാതെ പോയിരുന്നു. കാരണം സുർജിത്തിന് അറിയാമായിരുന്നു CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അത് കോൺഗ്രസിന് പിന്തുണ കൊടുത്ത്, കാരണം അപ്പുറത്ത് BJP നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു പിന്തുണ കൊടുത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കാതെ ഇടതുപക്ഷത്തിന് ഇതിൽ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു ഹർകിഷൻ സുർജിത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യമേ ചാടിക്കയറി പറഞ്ഞു കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഹർകിഷൻ സിംഗ് സുർജിത്തിനാണ് കൃത്യമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവവും സാമൂഹിക സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ പാത പിന്തുടരാതിരുന്നാണ് യഥാർത്ഥത്തിൽ CPMന് പറ്റിയ അബദ്ധം. അദ്ദേഹം മാറിയതിനു ശേഷമാണ് 2009 പ്രകാശ് കാരാട്ട മറ്റേ UPAക്ക് പിന്തുണ. ശരിക്കും അന്ന് പിന്തുണ പിൻവലിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായില്ല. രണ്ടാം UPA സർക്കാരിലും ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഈ പറയുന്ന അഴിമതിയൊക്കെ കുറയും, ആരോപണം കുറയും ചെയ്യും. മൂന്നാം തവണ UPA അധികാരത്തിൽ വരുന്നത്. അപ്പോൾ BJP അധികാരത്തിലേക്കിന്റെ വലിയ പങ്ക് ഈ പ്രകാശ് കാരാട്ടിന്റെ വിവരക്കേട്ടുണ്ടെന്നുള്ള അടുത്ത സംശയമില്ല. പ്രകാശ് കാരാട്ടാണ് ഒരു പരിധിവരെ അതെ, അത് കേരള ഘടകത്തിന്റെ താല്പര്യപ്രകാരമായിരുന്നു. കേരള ഘടകം വല്ലാതെ സ്വാധീനിച്ചു. കാരണം കേരള ഘടകത്തിന്, കാരണം കോൺഗ്രസുമായിട്ടുള്ള ഏത് തരത്തിലുള്ള അലയൻസും ഇവിടെ പാർട്ടിയെ ദുർബലമാക്കുന്ന പേടി, അല്ലെങ്കിൽ പാർട്ടി അധികാരത്തിൽ വരാൻ തടയുന്നുള്ള പേടി കേരള ഘടകത്തിന്, പ്രത്യേകിച്ച് ഇപ്പോൾ ട്രൈ അടക്കമുള്ള ആൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2009 2008 ആണവ കരാറിന്റെ പേര് പറഞ്ഞ് അതിന് മറ്റ് ചില അന്താരാഷ്ട്ര സംഭവങ്ങൾ, അതിനകത്ത് നമ്മൾ കടക്കണ്ട എങ്കിലും മറ്റ് ചില അന്താരാഷ്ട്ര സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രകാശ് കാരാട്ടിന്റെ വൈദേശിക ബന്ധങ്ങളൊക്കെ അതിനകത്ത് ഒരു ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കേരളത്തിന്റെ CPMന്റെ അവർക്ക് കോൺഗ്രസുമായിട്ടുള്ള അലയൻസിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്നുള്ളൊരു തോന്നൽ വന്നതാണ് യഥാർത്ഥത്തിൽ ഈ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനും അതുവഴി പിന്നെ BJPക്കൊപ്പം ചേർന്നാണ് UPA സർക്കാരിനെ എതിരെ CPM വോട്ട് ചെയ്തത്. നമ്മൾ ഈ പറയുന്ന പോലെയല്ല, അന്ന് BJPക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാൻ വോട്ട് ചെയ്തു. പക്ഷെ അന്ന് മൻമോഹൻ സിംഗും സോണിയാഗാന്ധി കൂടെ അത് മറികടക്കാൻ പറ്റി. പക്ഷേ രണ്ടാം UPA സർക്കാരിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓർക്കുക, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരിയെ ധനകാര്യമന്ത്രിയാക്കാൻ സോണിയാഗാന്ധി ഒരുക്കമായിരുന്നു. പക്ഷെ അതും CPM തട്ടിക്കളഞ്ഞു. 96 ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളത് ആക്കിയെങ്കിൽ ഇന്ത്യയുടെ മുഖച്ഛായ മാറുമായിരുന്നു. ഈ ഒരിക്കലും BJP പറഞ്ഞിങ്ങനെ അധികാരത്തിൽ വരില്ലായിരുന്നു. പക്ഷെ അവിടെയും CPM ചരിത്രപരമായ മണ്ടത്തരം കാണിച്ചു. 2004 മണ്ടത്തരം കാണിച്ചു, 2008 വീണ്ടും മണ്ടത്തരം കാണിച്ചു, സ്പീക്കറാക്കി. അന്ന് 2004 ശരിക്കും സീതാറാം യെച്ചൂരി സമ്മതമായിരുന്നു ധനകാര്യമന്ത്രിയാകും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായെങ്കിൽ ഇന്ന് കാണുന്ന ഒരു സാമ്പത്തികമായിരുന്നില്ല സീതാറാം. അതെ, പക്ഷെ അതിനും ഈ അന്നത്തെ CPM സമ്മതിച്ചില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷം അപജയം ഉണ്ടാകുന്നത്. അത് ഇപ്പൊ എന്താണ് 14 ജില്ലകളിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിലുള്ളൂ.
തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രം 14 ജില്ല, ഇന്ത്യയിൽ 14 ജില്ലകളിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ഈ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ബേബിയെ സംസ്ഥാനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കിയത്. കാരണം വെച്ചാൽ ബേബിക്ക് എങ്ങും പോകാനില്ല, കേരളത്തിൽ തന്നെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ പോകുന്നു. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ പാർട്ടിയിലെ അണികൾ തന്നെ, പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഒരു വേള ഈ പാർട്ടി ഭരണത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നു. അത് പിണറായിയോടുള്ള വിരോധമല്ല, സംഘടന തകർന്നു പോകും എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ അല്ലേ എന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സംശയം.